ഈ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുമ്പോൾ ഗോട്ടിമാലയിലെ വിപ്ലവകാരിയും സ്പാനിഷ് കവിയുമായ ഒട്ടോ റെനോ കാസിലോയുടെ ഒരു കവിതയിലെ വരി വളരെ പ്രസക്തമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിൻ്റെ അരാഷ്ട്രീയ ബുദ്ധിജീവികൾ എന്നൊരു കവിതയുണ്ട്. സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങളുടെ മുഖങ്ങളിലൊക്കെ എപ്പോഴും ഉപയോഗിക്കപ്പെടാറുള്ള കവിതകളിൽ ഒന്നാണ്. അത് ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: ഒരു നാൾ എൻ്റെ നാട്ടിലെ സാധാരണ മനുഷ്യരാൽ എൻ്റെ നാട്ടിലെ അരാഷ്ട്രീയ ബുദ്ധിജീവികൾ ചോദ്യം ചെയ്യപ്പെടും. നാട് ഒരു ജ്വാല പോലെ കത്തിയെരിഞ്ഞപ്പോൾ, നാട്ടിലെ പാവം മനുഷ്യർ ദുരിതത്തിൽ മുങ്ങി നിന്നപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്തിരുന്നു എന്ന് ചോദ്യം ചെയ്യപ്പെടും. പ്രിയപ്പെട്ടവരെ, ഇന്ത്യയിലെ വലതുപക്ഷവും വർഗീയവാദികളും ഒരുപോലെ ചോദ്യം ചെയ്യപ്പെടുന്ന തെരഞ്ഞെടുപ്പാണിത്. ഈ തെരഞ്ഞെടുപ്പിനകത്ത് അഭിമാനത്തോടെ അന്തസ്സോടെ ശിരസുയർത്തി സാധാരണ മനുഷ്യർക്കൊപ്പം നിൽക്കാൻ കഴിയുന്ന ഒരു പക്ഷമാണ് ഈ സദസ്സിലിരിക്കുന്നത്, ഈ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ഇടതുപക്ഷം. നിങ്ങൾക്കറിയാമല്ലോ, ഇന്ത്യയിൽ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയോട് കോൺഗ്രസ് ഇന്ത്യയിൽ വീണ്ടും അധികാരത്തിൽ വന്നാൽ പൗരത്വ ഭേദഗതി നിയമം പിൻവലിക്കപ്പെടുമോ എന്ന ചോദ്യത്തിന് മല്ലികാർജുൻ ഖാർഗെ നമ്മൾ പ്രതീക്ഷിച്ചത് പറയും എന്ന ഉത്തരം നിർബന്ധമായും പിൻവലിക്കുമെന്നാണ്. പക്ഷേ മല്ലികാർജുൻ ഖാർഗെ എന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷൻ പറഞ്ഞത് ആലോചിച്ചിട്ട് പറയാമെന്നാണ്. ഇപ്പോഴും ആലോചിച്ച് തീർന്നിട്ടില്ല കോൺഗ്രസിന്. ആ സമയത്താണ് ഇന്ത്യയിൽ ഇടതുപക്ഷം ഭരിക്കുന്ന ഏക സംസ്ഥാനം ശിരസുയർത്തി പറയുന്നത് ഈ മണ്ണിൽ അത് നടപ്പിലാക്കാൻ അനുവദിക്കില്ലെന്ന്. അങ്ങനെ പറയുമ്പോഴും VD സതീശനും ഫിറോസും കെ സുരേന്ദ്രനും NK പ്രേമചന്ദ്രനും സംശയത്തോടെ വീണ്ടും വീണ്ടും മാധ്യമങ്ങളോട് പറയുന്നത് എങ്ങനെയാണ് കേരളത്തിന്റെ മണ്ണിൽ അത് നടപ്പിലാക്കാതിരിക്കാൻ കഴിയുക? അത് കേട്ട് നമ്മുടെയൊക്കെ നാട്ടിൻപുറങ്ങളിലെ ചായക്കടകളിൽ UDFന്റെയും BJPയുടെയും ആളുകൾ നമ്മോട് ചോദിക്കുന്നു, എങ്ങനെയാണ് കേരളത്തിൽ അത് നടപ്പിലാക്കാൻ സാധിക്കാതിരിക്കുക? അവരോടുള്ള ചില സ്ഥലപ്പേരുകളെങ്കിലും നമ്മൾ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ചോദിക്കുന്ന UDFന്റെയും BJPയുടെയും നാട്ടിൻപുറത്തെ സുഹൃത്തുക്കളോട് ചില സ്ഥലപ്പേരുകൾ അവരുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരണം. കയ്യൂരും കരിവള്ളൂരും പുന്നപ്രയും വയലാറും കവുമ്പായും മുനയംകുന്നും പാടിക്കുന്നും തെലങ്കാനയും തേബാഗയും വെറും സ്ഥലപ്പേരുകളായിരുന്നില്ല. ഇതുപോലുള്ള എണ്ണമറ്റ കരിനിയമങ്ങൾ, ഇന്ത്യയിൽ ആദ്യമായി നടപ്പിലാക്കുന്ന കരിനിയമമല്ല പൗരത്വ ഭേദഗതി നിയമം. കരിനിയമങ്ങളെ ചെറുത്തോൽപ്പിച്ച ചരിത്രത്തിന്റെ ബോധ്യത്തിൽ നിന്നാണ് ഇടതുപക്ഷം പറയുന്നത് ഈ മണ്ണിൽ അത് സാധ്യമല്ലെന്ന്. അങ്ങനെ പറയാൻ കഴിയുന്ന പക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാനാണ് നമ്മൾ ഒത്തുചേരുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ രാമജന്മഭൂമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രതിഷ്ഠാ ദിനത്തിലെ 3 പത്രങ്ങൾ മാത്രം തെരുവിൽ നിരത്തി വെച്ച് രാഷ്ട്രീയം പറയാൻ നമുക്ക് സാധിക്കും. ദേശാഭിമാനിയും ജനകീയവും ചന്ദ്രികവും എടുത്തു വെച്ച് നമ്മുടെ തെരുവുകളിൽ ആൾക്കൂട്ടങ്ങളിൽ ഈ 3 പത്രം, രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിൽ ഈ 3 പത്രം ഉപയോഗിച്ച ഭാഷ ഉപയോഗിച്ചാൽ എന്താണ് ലീഗിന്റെ എത്രമേൽ EDയെ പേടിച്ചാണ് ഓരോ ദിവസവും മുസ്ലിം ലീഗ് കടന്നു പോകുന്നതെന്ന് രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിലെ ചന്ദ്രികാ പത്രം വായിച്ചാൽ മനസ്സിലാകും. ബാബറി മസ്ജിദ് എന്നൊരു വാക്ക് ഒരിടത്തും ഉപയോഗിക്കാതിരിക്കാനുള്ള ജാഗ്രത മുസ്ലിം ലീഗ് കാണിക്കുന്നുണ്ട്, ചന്ദ്രികാ പത്രം കാണിക്കുന്നുണ്ട്. ഇടതുപക്ഷ പത്രങ്ങൾ ഇത് രാഷ്ട്രീയ പ്രതീക്ഷയാണ്, ഞങ്ങളൊരു വിശ്വാസത്തിനും എതിരില്ല, ക്ഷേത്രത്തിനും പള്ളിക്കും വിശ്വാസമുള്ളവനും ഇല്ലാത്തവനും ജീവിക്കാൻ കഴിയുന്ന ഒരു നാടിനു വേണ്ടി പൊരുന്നവരാണ് ഞങ്ങളെന്ന് ആ പത്രം ഇടതുപക്ഷ പത്രങ്ങൾ പറയുമ്പോൾ, ബാബറി മസ്ജിദ് തകർത്താണ് ഇത് സൃഷ്ടിച്ചതെന്ന് രാമക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് 10 കൊല്ലം നാട് ഭരിച്ചിട്ടും പണിപൂർത്തിയാവാത്ത ഒരു ക്ഷേത്രമല്ലാതെ ഒന്നും ബാക്കിയില്ലാത്തത് കൊണ്ട് നാട്ടിൽ ധ്രുവീകരണം സൃഷ്ടിക്കാനുള്ള രാഷ്ട്രീയ നീക്കമാണ് BJP നടത്തുന്നതെന്ന് കൃത്യമായി പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ചന്ദ്രിക ബാബറി മസ്ജിദ് എന്ന വാക്ക് തന്നെ മറക്കപ്പെടുകയാണ്. മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ NS മാധവന്റെ വായിക്കപ്പെടേണ്ട കഥകളിലൊന്നാണ് തിരുത്ത്. ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട 92 ഡിസംബർ 6 ഇന്ത്യയിലെ ഒരു മാധ്യമ പ്രവർത്തക സുഹറ, അവൾക്ക് തലക്കെട്ട് എഴുതാൻ മടിച്ചു നിൽക്കുകയാണ്. മുസ്ലിം എന്ന രീതിയിൽ അവളുടെ ഉള്ളിൽ വലിയ ഭീതിയാണ് ബാബറി മസ്ജിദ് എന്ന വാക്കുപയോഗിക്കാൻ. സുഹറ ഒരുപാട് നേരം ഭീതിയോടെ നോക്കി നിന്ന് അവസാനം എഴുതുകയാണ് തർക്കമന്ദിരം തകർത്തു എന്ന്. അപ്പോൾ ചുല്യാറ്റ് എന്ന ഹൈന്ദവനായ എഡിറ്റർ, മതനിരപേക്ഷവാദിയായ ചുല്യാറ്റ് എന്ന ചീഫ് എഡിറ്റർ സുഹറയുടെ കയ്യിൽ നിന്ന് പേന വാങ്ങി ഉളി പോലെ വെട്ടുകയാണ് തർക്കമന്ദിരം എന്ന വാക്ക്. എന്നിട്ട് ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടു എന്ന് എഴുതി ചേർക്കുകയാണ്. സുഹറയെ തിരുത്താൻ ഒരു ചുല്യാറ്റുണ്ടായിരുന്നെങ്കിൽ ചന്ദ്രികയെ തിരുത്താൻ ആരുമില്ലാതാകുന്നത് EDയെ പേടിച്ചുകൊണ്ടാണ് ഓരോ ദിവസവും അവർ കടന്നു പോകുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ സദസ്സിലും വേദിയിലും ഇരിക്കുന്ന മനുഷ്യരുൾപ്പെടെ ഇന്ത്യയിലെ ഇടതുപക്ഷ മനുഷ്യർ ഏറെ ശിരസുയർത്തിയ നാളുകളാണ് ഇപ്പോഴും കടന്നു പോകുന്നത്, ഇന്നും കടന്നു പോകുന്നത്. ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് വാർത്ത വന്നപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കണക്കാണ്. എല്ലാവരും ഈ കുളിമുറിയിൽ, അഴിമതിയുടെ കുളിമുറിയിൽ എല്ലാവരും നഗ്നരാണ് എന്ന് വാഴ്ത്തപ്പെടുമ്പോൾ, അഴിമതിയുടെ കള്ളപ്പണത്തിന്റെ മഴ നനയാത്ത പാർട്ടികൾ ഈ രാജ്യത്തുണ്ടെന്ന്
മടിച്ചാണെങ്കിലും വലതുപക്ഷ മാധ്യമങ്ങൾക്കും പറയേണ്ടി വരികയാണ്. ഇടതു പാർട്ടികൾ അതിലില്ലെന്നുള്ളത് അഭിമാനത്തോടെയാണ്. ഹൃദയം ഇടതുപക്ഷത്തായതുകൊണ്ട് നമുക്കേറെ പ്രിയപ്പെട്ടതാണ് ഹൃദയം, അതുപോലെ പ്രിയപ്പെട്ടതാണ് ഇടതുപക്ഷവും. ആ ഇടതുപക്ഷത്തായി പോയി ഞങ്ങൾ ജീവിക്കുന്നതിൻ്റെ അഭിമാനം നിറഞ്ഞു നിന്ന ദിവസമാണ് ഇപ്പൊ കടന്നു പോകുന്നത്. പ്രിയപ്പെട്ടവരെ, അപ്പോഴും വലതുപക്ഷ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന ഭാഷ ശ്രദ്ധിക്കണം. മലയാളത്തിലെ മനോരമയും മാതൃഭൂമിയും ഉപയോഗിച്ച ഭാഷ ഇടതു പാർട്ടികൾക്ക് ഇലക്ട്രൽ ബോണ്ട് കിട്ടിയില്ല എന്നാണ്, വാങ്ങിയില്ല എന്നല്ല. അവർക്ക് അത് അറിയാനിട്ടല്ല. MRF, ഞാൻ സമയമില്ലാതെ ദീർഘിപ്പിക്കുന്നില്ല, മലയാള മനോരമയുടെ MRFും ഈ ഇടതുപക്ഷ വിരുദ്ധത മാത്രം പ്രസംഗിച്ച കിറ്റക്സിന്റെ സാബുവും ഉൾപ്പെടെയൊക്കെ കൊടുത്ത ഈ കുളിമുറിയിൽ നനഞ്ഞു നിൽക്കുമ്പോഴാണ് ഇടതുപക്ഷം വ്യതിരക്തമായി നിൽക്കുന്നത്. ആ അസൂയ കൊണ്ട് കിട്ടിയില്ല എന്ന വാക്കാണ് ഉപയോഗിച്ചത്, കൊടുത്തില്ല എന്നല്ല. പ്രിയപ്പെട്ടവരെ, ED ഈ പണം കൈപ്പറ്റണമെങ്കിൽ, ഇലക്ട്രൽ ബോണ്ട് കൈപ്പറ്റണമെങ്കിൽ SBIക്കകത്ത് രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യാത്ത 2 പാർട്ടികൾ ഇടതു പാർട്ടികളാണ്. അതുകൊണ്ടാണ്, വ്യക്തമായ നിലപാട് കൊണ്ടാണ്, സമീപനം സ്വീകരിച്ചത് കൊണ്ടാണ് അതിന് നമുക്ക് മാറി നിൽക്കാൻ സാധിച്ചത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇടങ്ങളിൽ നമ്മൾ പറയേണ്ടത് മറ്റൊന്ന്, ഇടതുപക്ഷ ഗവൺമെന്റിന്റെ നേട്ടങ്ങൾ തന്നെയാണ്. ഈ വരാനിരിക്കുന്ന ഈസ്റ്ററും പെരുന്നാളും വിഷുവും നാട്ടിലെ പാവപ്പെട്ട മനുഷ്യൻ 60 ലക്ഷം മനുഷ്യർ സന്തോഷത്തോടെയാണ് ആഘോഷിക്കുക. ഞങ്ങൾക്ക് പണം കിട്ടിയാൽ ഇടതുപക്ഷ ഗവൺമെന്റിനെ കഴുത്ത് ഞെരിച്ച് സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് വീർപ്പുമുട്ടിച്ച് കൊല്ലാൻ ശ്രമിച്ചപ്പോഴും ഞങ്ങളുടെ അജണ്ടയിലെ ആദ്യ അജണ്ടയായി വന്നത് ഈ നാട്ടിലെ പാവപ്പെട്ട 60 ലക്ഷം മനുഷ്യരായിരുന്നുവെന്ന് ഈ നാട്ടിലെ മനുഷ്യരോട് പറഞ്ഞു കൊടുക്കണം. ഞങ്ങൾക്ക് പണം ലഭിച്ചപ്പോൾ ആദ്യം നൽകിയത് 60 ലക്ഷം മനുഷ്യന്റെ പെൻഷനാണ്. അവന് ഏറ്റവും സന്തോഷത്തോടെ വിഷുവും ഓണവും പെരുന്നാളും ഈസ്റ്ററും ആഘോഷിക്കാനുള്ള അവസരമാണ്. പ്രിയപ്പെട്ടവരെ, ഈ പ്രതിസന്ധിയുടെ ഘട്ടത്തിലും അംഗനവാടിക്കാർക്കും ആശാ വർക്കർമാർക്കും അവരുടെ ഓണറേറിയം വർദ്ധിപ്പിച്ച ഗവൺമെന്റാണ് കേരളം ഭരിക്കുന്നത്. ഈ പ്രതിസന്ധിയുടെ ഘട്ടത്തിലും തൊഴിലുറപ്പ് തൊഴിലാളിക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തിയ ഗവൺമെന്റാണ് പ്രിയപ്പെട്ടവരെ കേരളം ഭരിക്കുന്നത്. 4 ലക്ഷം ലൈഫ് കൊടുത്തത് ഒരത്ഭുതമാണ്. പക്ഷെ അതിനേക്കാൾ വലിയ അത്ഭുതമായി ഇടതുപക്ഷ പാർട്ടികളല്ലാതെ മറ്റൊരു പാർട്ടിക്കും ആലോചിക്കാൻ കഴിയാത്ത ഒരാലോചന കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഗവൺമെന്റ് പുറത്തുവിട്ടു. അത് ഈ 4 ലക്ഷം വീട് ലഭിച്ച ലൈഫിലെ ഗുണഭോക്താക്കൾ, ആ വീട്ടിൽ നിന്ന് ഒരാൾക്കെങ്കിലും ഈ ഗവൺമെന്റ് അവസാനിക്കുന്നതിന് മുമ്പ് തൊഴിൽ കൊടുക്കുമെന്ന പ്രഖ്യാപനമാണ്. അങ്ങനെ നാട്ടിലെ സാധാരണ മനുഷ്യർ ചേർത്ത് പിടിക്കുന്ന ഈ ഗവൺമെന്റിനെ കരുത്താവാൻ പ്രിയപ്പെട്ടവരെ അന്തസ്സോടെ അഭിമാനത്തോടെ ശിരസുയർത്തി അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ സഖാവ് KS ഹംസയ്ക്ക് നമുക്ക് വോട്ട് ചോദിക്കാൻ സാധിക്കും. അങ്ങനെ ചോദിക്കുമ്പോൾ അവരോട് ഒന്നുകൂടി പറയണം, ഈ പൊന്നാനി മാറുകയാണ്. ഞങ്ങൾ കോട്ടക്കൽ മണ്ഡലത്തുകാരാണ്. കോട്ടക്കൽ മണ്ഡലം 2011 മുതൽ 16 വരെ MLA ആയ ആളാണ് അബ്ദുൾ സമദ് സമദാനി. മുസ്ലിം ലീഗിന്റെ ആളുകൾ അവസാനം നമ്മളോട് ഉൾപ്പെടെ സുഹൃത്തുക്കൾ പരാതി പറഞ്ഞത് റീച്ചബിൾ അല്ലാത്ത MLA ആണ് സമദാനി എന്നാണ്. നമുക്ക് പ്രിയപ്പെട്ടവരെ, റീച്ചബിൾ അല്ലാത്തൊരു MLA ആയതുകൊണ്ടാണ് മുസ്ലിം ലീഗ് വരെ വീണ്ടും ആ മണ്ഡലം സമദാനിക്ക് നിയമസഭയ്ക്ക് കൊടുക്കാതെ പോയത്. നമുക്ക് റീച്ചബിൾ ആയ ഒരു MP ഇതുവരെ ലഭ്യമായിട്ടില്ല. നോട്ട് റീച്ചബിൾ ആണ് ഈ ടി മുഹമ്മദ് ബഷീർ. നമുക്ക് ലഭ്യമല്ലാത്ത ഒരു MP ഇനിയും വേണോ എന്ന് ചോദിക്കണം. നമുക്ക് വേണ്ടത് KS ഹംസയെ പോലെ റീച്ചബിൾ ആയ MP ആണ്. മുസ്ലിം ലീഗിന്റെ ആളുകൾ താഴെത്തട്ടിൽ പറയുന്നത്, അവർ പ്രചരിപ്പിക്കുന്നത് ഈ ഒട്ടേറെ വികസനങ്ങൾ ഈ പൊന്നാനി മണ്ഡലത്തിൽ ചെയ്തു എന്നാണ്. അവരോട് നമുക്ക് തിരിച്ചു ചോദിക്കാനുള്ളത്, ഒട്ടേറെ വികസനങ്ങൾ ഈ മണ്ണിൽ ചെയ്തുവെങ്കിൽ പിന്നെന്തിനാണ് ഈ പൊന്നാനി ഉപേക്ഷിച്ച് മലപ്പുറത്തേക്ക് കൂടുമാറിയതെന്ന ചോദ്യം നമുക്ക് ചോദിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, മഞ്ചേരി ലോക്സഭാ മണ്ഡലത്തിൽ സഖാവ് TK ഹംസയും കുറ്റിപ്പുറത്ത് പ്രിയപ്പെട്ട KT ജലീലും നടത്തിയ അട്ടിമറി വിജയത്തിന്റെ പുതിയ സാധ്യതകൾ നിലനിൽക്കുന്ന കാലത്ത് സഖാവ് KS ഹംസയെ വിജയിപ്പിക്കാൻ ഒറ്റക്കെട്ടായി ഒരു മനസ്സായി പോരാട്ടത്തിനിറങ്ങണമെന്ന് പങ്കുവെച്ചുകൊണ്ട് ആവശ്യപ്പെട്ടുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ.